പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പൊന്നെ അക്കോറപ്പിസ്കോപാശന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി സമൂഹമേ, പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. മറ്റു ദിവസങ്ങളിൽ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ദൈവാലയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നാലും ദുഃഖവെള്ളിയാഴ്ച മുടങ്ങാതിരിക്കുക എന്നുള്ളത് ഓരോ ദൈവപൈതലും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേങ്കിൽ കാൽവരി അനുഭവം കർത്താവിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഓർമ്മ, അവൻ്റെ കഷ്ടതകളോടും സഹനത്തോടും താദാമ്യം പ്രാപിക്കുവാൻ ക്രിസ്തു നടന്ന വഴികളിലൂടെ നടക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം, സാധ്യത നിശ്ചയമായിട്ടും ഈ പീഠാനുഭവ വാരത്തിലൂടെ സഞ്ചരിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഉള്ള നിയോഗം നമുക്ക് പരിശുദ്ധ സഭ ഏർപ്പെടുത്തി തരുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ, ആ യാത്രയിൽ കർത്താവിനോടൊപ്പമായിരിക്കുവാൻ ഉള്ള നിയോഗം വലിയ ഭാഗ്യമാണ്. ഒരു പക്ഷേങ്കിൽ ക്രിസ്തു ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നു തനിക്ക് പ്രിയപ്പെട്ടവർ ചുറ്റുപാടുകളിലും ഉണ്ടാവുക എന്നുള്ളത്. റെയ്മണ്ട് ഇ ബ്രൗൺ എന്ന തിയോളജിയൻ പറയുന്നുണ്ട്, ദുഃഖവെള്ളിയാഴ്ചത്തെ ആരാധനയിൽ പങ്കാളികളാവുന്നവരും ധ്യാനിക്കുന്നവരും, അതിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറുമായിട്ട് താദാമ്യം പ്രാപിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൈസേഷൻ, ഞാൻ എവിടെ, എങ്ങനെ, ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു ധ്യാനം വളരെ ചിന്തോദ്ദീപകമാണ്. പാർട്ടിസിപ്പേഷൻ ഈ ധ്യാനാത്മകമായ ആരാധനയിൽ പങ്കാളികളാവുന്നതിലപ്പുറമായിട്ട് കാൽവറി അനുഭവം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഹോശാനയിൽ കർത്താവിന് ഹോശന്ന പാടിയ കുഞ്ഞുങ്ങൾ ആർപ്പോടുകൂടി കർത്താവെ വരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞപ്പോൾ കുരുത്തോലകളേന്തി മുന്നിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ കൂടെ. അവിടെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, യേശുവേ വരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ഉറക്കെ പറയുവാൻ അവരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു, ഞാനും അവരിൽ ഒരുവനായിരുന്നു, ഒരുവളായിരുന്നു എന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും. എത്ര പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. ഗത്സമന തോട്ടത്തിൽ സ്വന്തം സഹോദരൻ, സ്വന്തം ശിഷ്യൻ ഒറ്റിക്കൊടുത്ത് പിടിക്കപ്പെടുന്നതിന് മുമ്പായി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന വളരെ ഹൃദയഭേദകമാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്നുള്ള പ്രാർത്ഥന. അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. താൻ ഏൽക്കുവാൻ പോകുന്ന ക്രൂശ് മരണത്തിൻ്റെ ക്രൂരത, അതിൻ്റെ തീക്ഷ്ണഭാവം, അതെത്രമാത്രം സഹനത്തോടുകൂടി ഏറ്റെടുക്കുവാൻ സാധിക്കും എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവിടെയും ഗത്സമന തോട്ടത്തിൽ
ഉറക്കമളച്ച് തന്നോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാതിരുന്ന അപ്പോസ്തലന്മാരെ നാം കാണുന്നുണ്ട്. യേശു പിടിക്കപ്പെട്ടു, എല്ലാവരും ചിതറിയോടി. അവിടെ ഒരപകടം സംഭവിക്കുമ്പോൾ, രക്ഷകൻ പിടിക്കപ്പെടുമ്പോൾ രക്ഷകരായി കൂടെ നിൽക്കേണ്ടുന്നവർ അപകടഘട്ടത്തിൽ ഓടി ഒളിക്കുന്നു. എനിക്കും നിങ്ങൾക്കും അവിടെ സ്ഥാനമുണ്ടോ? സ്വന്തം സുരക്ഷിതത്വം, മരണഭയം, ഭീതി, ഇതെല്ലാം അപ്പോസ്തലന്മാരെ തളർത്തിയെങ്കിൽ, ഓടി ഒളിപ്പിച്ചുവെങ്കിൽ, പലപ്പോഴും നിർണായകമായ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പലരും ഒറ്റപ്പെട്ടവരായി, നാം തന്നെ ഈ ക്രൂശ് ചുമക്കേണ്ടുന്നവരായി നിയോഗിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും തെറ്റിനുമിടയിൽ ശരിയായ ഡിസിഷൻ എടുക്കാതെ ഏറെ ബുദ്ധിമുട്ടുന്ന പീലാത്തോസിനെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം തീരുമാനമെടുക്കാതെ തനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകൾ കഴുകുന്നു. ശരിയല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ശരിക്കും തെറ്റിനുമിടയിൽ കണ്ണടച്ചിട്ട് കൈകൾ കഴുകി എനിക്കിതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാകാം. ഹന്നായും കയ്യാഫായും വലിയ ഉദാഹരണങ്ങളാണ്, മഹാപുരോഹിതന്മാരാണ്. ഇന്നിൻ്റെ പുരോഹിതവർഗം, അവർക്ക് മാറി നിൽക്കാനാകുമോ? സത്യം തമസ്കരിക്കപ്പെടുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, അടിച്ചിറക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ ആരോടൊപ്പമാണ് പുരോഹിതവർഗം നിന്നിട്ടുള്ളത്? ആരോടൊപ്പമാണ് മഹാപുരോഹിതവർഗം ഇന്നും നിൽക്കുന്നത്? നീതി നിഷേധിക്കപ്പെട്ടവന്റെ കൂടെയാണോ? അതെയോ അന്യായമായി പീഡിപ്പിക്കുന്നവന്റെ കൂടെയാണോ നിൽക്കുന്നത്? ഇതെല്ലാം നമുക്ക് ചില ക്യാരക്ടറൈസേഷൻ ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ ഒരു ദിവസം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നുണ്ട്. അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്ന, പടയാളികളും കൂകി വിളിക്കുന്നവരും മുഖത്ത് തുപ്പാനുമൊക്കെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. എത്രമാത്രം വികലമാക്കപ്പെട്ടു ആ ശരീരം. നിസ്സഹായതയോടുകൂടി തൂണിന്മേൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം. അവിടെ ഒരു താങ്ങായി, തണലായി, ബലമായി കൂടെ നിൽക്കുവാൻ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. തളർന്ന് വീഴാറായപ്പോൾ ആ കുരിശൊന്ന് താങ്ങിക്കൊടുക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. കുറേനേക്കാരൻ ശീമോനാണ് അതിനുവേണ്ടി നിയോഗിതനായത്. പ്രിയമുള്ളവരെ, കാൽവരിയുടെ വഴികളിൽ തളർന്നു വീഴുമ്പോൾ, ഭാരം ചുമക്കുവാൻ കഴിയാതെ തകർന്നടിയുമ്പോൾ, അവിടെ താങ്ങായി, കരുത്തായി, ബലമായി കൂടെ നിൽക്കാൻ ഞാനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കാൽവരി യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രശംസനീയമായിട്ടുള്ളത് സ്ത്രീകളാണ്. അവരുടെ കണ്ണുനീരും അവരുടെ കരച്ചിലും വിലാപവും, അതാണ് അന്തരീക്ഷം മുഴുവനും മുഖരിതമായത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഇടനെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് നൊന്തുപെറ്റ മകൻ ഇത്രമാത്രം വികലമാക്കപ്പെട്ട ശരീരവുമായി ക്രൂശിൽ മരിക്കുവാൻ കാൽവരിയിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ തകർന്നടിഞ്ഞ മനസ്സുമായി ഒരു പെറ്റ അമ്മ എത്രയോ ദൈന്യതയോടുകൂടിയാണ് കരയുന്നത്. ആ അമ്മയുടെ സ്ഥാനം നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ദർശിച്ചിട്ടുണ്ടാകുമല്ലോ. കഠിനമായ പ്രതിസന്ധികളുടെ മധ്യേ, നഷ്ടപ്പെടലിൻ്റെ മധ്യേ, ശൂന്യതയുടെ മധ്യേ, അങ്ങനെ നോക്കുമ്പോൾ പലരോടും നാം താതാമ്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ദൈർഘ്യമേറിയ ഒരു പ്രസംഗം ഇന്ന് അനിവാര്യതയുള്ളതല്ല. കാരണം
ഇന്ന് എല്ലാവരും ധ്യാനാത്മകമായാണ് കൂടെ നിൽക്കുന്നത്. ആർക്കും മനസ്സിലാവാത്ത ഭാഷയിലൊന്നുമല്ല ഈ ഈണങ്ങളെല്ലാം പാട്ടുകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഈ വിശുദ്ധ വായനകളും ഏവങ്കേലിയോനും ക്രമപ്പെടുത്തിയിരിക്കുന്നതും. ക്രൂശിൻ്റെ ചുവട്ടിലെ ചില ചോദ്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാൽവറിയിൽ 3 കുരിശുകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് രക്ഷകനായ ക്രിസ്തു ക്രൂശിലേറുന്ന കുരിശ്, ഒന്ന് ക്രോസ് ഓഫ് റിജക്ഷൻ, ഒന്ന് ക്രോസ് ഓഫ് അക്സെപ്റ്റൻസ്. അവിടെയും നമുക്ക് താതാമ്യം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ജീവിത യാത്രയിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലതകളും കൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്നും അകന്ന് ദൈവനിഷേധികളായി മാറ്റപ്പെടുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ മധ്യേയുള്ള ക്രൂശിനെ നാം ധ്യാനിക്കുമ്പോൾ ഇത്ര ദാരുണമായ ഒരു മരണമേൽക്കുവാൻ എന്ത് കുറ്റമാണ് ക്രിസ്തു ചെയ്തത്? അതാണ് നമ്മിലേക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച കൂടി വരുവാനും ധ്യാനിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. 2 വശത്തും അക്രമികളും കൊലപാതകളുമായ കള്ളന്മാരുടെ മധ്യേയാണ് ക്രിസ്തു തൂക്കപ്പെടുന്നത്. അത് ആ മരണത്തിൻ്റെ ദൈന്യതയെ, അതിൻ്റെ തീവ്രതയെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയം, അവിടെയും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ കൾമിനേഷനാണ് യഥാർത്ഥത്തിൽ കുരിശുകുമ്പിടിയിൽ നമ്മൾ ഏറ്റുപാടുന്ന ആ പ്രാർത്ഥന. കള്ളനും കൊള്ളക്കാരനും കൊലപാതകയുമായവന്റെ പ്രാർത്ഥന ഇന്ന് കുരിശുകുമ്പിടിയിൽ നമ്മളും ഏറ്റുചൊല്ലുന്നു. എത്രമാത്രം ട്രാൻസ്ഫർമേറ്റീവായിട്ടുള്ള, കൊലമരത്തിൽ നിന്നും സത്യാനുതാപത്തിൻ്റെ കണ്ണുനീർ അവൻ്റെ കാലിന് ചുവട്ടിലൂടെ ജീവന്റെ രക്തം, രക്ഷയുടെ രക്തം, മോചനത്തിന്റെ രക്തം ഒഴുകുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ, ഒരു പ്രാർത്ഥനയും മാത്രം മതിയായിരുന്നു. അവരൊറ്റ അനുതാപം മാത്രം മതിയായിരുന്നു രക്ഷയിലേക്കും വീണ്ടെടുപ്പിലേക്കും നടന്നെടുക്കുവാൻ. നിഷേധാത്മകമായ നിലപാട് ഒരുവൻ സ്വീകരിച്ചപ്പോൾ സ്വീകാര്യമായ നിലപാട് മറ്റൊരുവൻ സ്വീകരിച്ചു. അത് നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ ഒരു സന്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, അനുരഞ്ജനത്തിന്റെ ബലിയായി കാൽവരിയിൽ യാഗമായി തീർന്നവൻ നമ്മോട് ആവശ്യപ്പെടുന്നു അത് തന്നെയാണ്. അനുരഞ്ജനപ്പെടുവാൻ, നല്ലത് മാത്രം ചെയ്തിട്ടുള്ളവൻ. യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വിശന്നവനെ അപ്പമായി, കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയവൻ പാപികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അഗതികൾക്കും ആശ്വാസമായി കൂടെ നടന്നവൻ. അതാണോ ക്രിസ്തു ചെയ്ത തെറ്റ്? സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും സന്ദേശം മാത്രം ലോകത്തോട് വെളിപ്പെടുത്തിയവൻ. ധാർമ്മികതയിൽ അധിഷ്ഠിതമായ സന്ദേശം മാത്രമായിരുന്നു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവ്. വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒരു വാക്കുപോലും ആ അധരങ്ങളിൽ നിന്നും ആർക്കും കേൾക്കുവാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43 44 വാക്യങ്ങൾ. ശത്രുവിനെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-12 നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹം. ഇതൊക്കെയാണോ ദൈവം ചെയ്ത കുറ്റം? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായി അവർ കണ്ടെത്തിയത്. ഒരുപക്ഷെങ്കിൽ ബ്ലാസ്ഫമസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതായ കഠിനമേറിയ കുറ്റമായിരിക്കാം ക്രിസ്തുവിൽ ആരോപിക്കപ്പെട്ടത്. മാംസം തിന്നുക, രക്തം കുടിക്കുക, നീ രക്ഷ പ്രാപിക്കും, നിത്യജീവൻ അവകാശമാകുമെന്നൊക്കെ പറഞ്ഞതാണ് അവരെ കൂടുതൽ ശത്രുതയിലേക്കും കുരിശിന്റെ മരണത്തോളം ക്രിസ്തുവിനെ കൊണ്ടുചെല്ലുന്നതും എന്ന് നമുക്ക് ഇതിനോട് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു.
റോബർട്ട് മക്കെയിൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. സ്വജീവിതത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം വെളിപ്പെടുത്തിയവനെ കുറിച്ച് അദ്ദേഹം കവിതാരൂപത്തിൽ എഴുതുകയാണ്. ബേത്ലഹേം മുതൽ കാൽവരി വരെയുള്ള ജീവിതം സ്നേഹത്തിന്റെ അനാവരണമായിരുന്നു. കല്ലടാവിൽ നിൽക്കുമ്പോൾ മനുഷ്യരൂപം പൂണ്ട സ്നേഹത്തെ ഓർക്കുന്നു. നന്മ ചെയ്തുകൊണ്ട് ഗലീലായിലെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ സഞ്ചരിച്ച യേശുവിനെ അനുധാവനം ചെയ്യുമ്പോൾ അധ്വാനിക്കുന്ന സ്നേഹം ഞാൻ കാണുന്നു. ലാസറിന്റെ കല്ലറയിൽ സഹോദരിമാരോടൊപ്പം കരയുന്ന ക്രിസ്തുവിനെ ഞാൻ കാണുന്നു. ഗെത്സമനയിൽ നിൽക്കുമ്പോൾ തീവ്രമായ നൊമ്പരത്തിന്റെ സ്നേഹം അവനിൽ ഞാൻ കാണുന്നു. അവസാനം കാൽവറിയിൽ എത്തുമ്പോൾ രക്തമൊഴുകുകയും പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ ദർശിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം ശതാധിപൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, സുവിശേഷ ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഈ സാക്ഷ്യം സ്ഥിരീകരിക്കുന്നതാണ്. 6 മണി മുതൽ 9 മണി വരെ മധ്യാഹ്നത്തിൽ 3 മണിക്കൂർ നേരം സൂര്യൻ ഇരുണ്ടു, പാറകൾ പൊളിഞ്ഞു, കബറുകൾ പിളർന്നു. ദേവാലയത്തിന്റെ മറശ്ശീല അടിമുതൽ മുടിവരെ 2 കീറി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഡേ ഓഫ് അറ്റോൺമെന്റിൽ മാത്രമാണ് മറയ്ക്കുള്ളിലെ രഹസ്യം പ്രധാന പുരോഹിതന് കാണുവാനുള്ള അർഹതയുള്ളൂ. ദേവാലയത്തിന്റെ മറശ്ശീല അടിമുതൽ മുടിവരെ 2 കീറുന്നതിലൂടെ മറവായിരുന്ന രഹസ്യം മനുഷ്യർക്ക് മുമ്പിൽ വെളിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ. സൃഷ്ടാവിന്റെ ദുരന്തത്തിൽ പ്രപഞ്ചം മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുന്ന അനുഭവത്തിലേക്ക് അത് മാറ്റപ്പെടുന്നു. നിഗൂഢത മനുഷ്യന്റെ മുമ്പിൽ, മറയ്ക്കുള്ളിലെ നിഗൂഢത മനുഷ്യന്റെ മുമ്പിൽ ആ മറ നീക്കപ്പെടുന്നത് ക്രിസ്തു ക്രൂശിൽ അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി മരിക്കുമ്പോൾ ആണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. ഒരു ചോദ്യം, എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് എന്നുള്ള ചോദ്യം. അതിന് നമുക്ക് വളരെ വേഗം അതിന് ഉത്തരം പറയുവാനായിട്ട് സാധിക്കും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഹി ഡൈഡ് സോ ദാറ്റ് വി മേ ലീവ്. ക്രിസ്തു മരിച്ചത് ഞാനും നിങ്ങളും ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ആ നിത്യമായ ജീവന്റെ അവകാശിയാകുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. പ്രിയമുള്ളവരെ, സ്വന്തം കുറ്റമല്ല, സ്വന്തം പാപമല്ല, പിന്നെയോ സ്നേഹിതനായ കള്ളനോട് പറയുന്ന കാര്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ. നാമോ ന്യായമായ ശിക്ഷയ്ക്കുള്ള വിധിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, ക്രൂശ് മരണം. എന്നാൽ ഇവനോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് ഇവിടെ തെറ്റുകാരൻ? അവിടെയാണ് നമുക്ക് ഈ പീഠാനുഭവവുമായി ചേർത്ത് വെച്ച് പറയുവാൻ സാധിക്കുന്നത്. എൻ്റെ കുറ്റങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ അധർമ്മങ്ങൾക്ക് വേണ്ടിയാണ് യേശു നിന്നെയും പീഠയും പരിഹാസവും മുൾക്കിരീടവും കുരിശുമരണവും പ്രാപിച്ചത് എന്ന് ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കും. ആ നൊമ്പരത്തിൽ നിന്നുമാണ് ക്രിസ്തു കുരിശിലേറിയതും ഈ അതികഠിനമായ പീഡനങ്ങളിലൂടെ മുറിവേറ്റ ശരീരവുമായി നടന്നു നീങ്ങുമ്പോൾ ആ ഓരോ മുറിപ്പാടും എൻ്റെ ജീവിതത്തിൻ്റെ അകൃത്യത്തിന് വേണ്ടിയും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുമാണ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ പ്രമേയമായി നമ്മുടെ വിശ്വാസയാത്രയിൽ, തീർത്ഥാടനത്തിൽ എപ്പോഴും നമ്മോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ടുന്നത്. വാത്സല്യ ദൈവമക്കളെ, ഞാൻ എപ്പോഴും പറയാറുള്ള, എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു അനുഭവ സംഭവമുണ്ട്. പോളണ്ടിലെ ഓസ്വിച്ചിൽ
കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പട്ടാള ഭരണത്തിൻ്റെ സമയത്ത്, കമ്മ്യൂണിസ്റ്റ് ഭരണ സമയത്ത് നടന്ന ഒരു സംഭവമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നാസി ഭരണകാലത്തുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. 1941 അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ഒരു ക്യാമ്പിൽ നിന്നും 10 തടവുകാരാണ് ആ ഒരു ക്യാമ്പിലുള്ളത്, ഒരു സെല്ലിലുള്ളത്. അതിൽ ഒരുവൻ അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷേ എങ്കിൽ അതിൻ്റെ ശിക്ഷ ഏൽക്കേണ്ടി വന്നത് ആ തടവിൽ കഴിഞ്ഞിരുന്ന മറ്റ് 9 പേരുമാണ്. പട്ടാള മേധാവി കൽപ്പിച്ചു ആ സെല്ലിലുള്ള എല്ലാവരെയും വെടിവെച്ച് കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. ഓരോരുത്തരെ വീതം വെടിവെച്ച് കൊല്ലുവാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഗയോവനിക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ തോക്കിൻ്റെ പാത്തിക്ക് മുന്നിൽ നിർത്തി ഏത് സമയത്തും വെടിവെച്ചു. അദ്ദേഹം കരഞ്ഞു പറയുന്നുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, ആർക്കും അവരുണ്ടാവുകയില്ല എന്നെ കൊന്നുകളഞ്ഞാൽ. ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണമെന്ന് അദ്ദേഹം വളരെ കരഞ്ഞ് കാല് പിടിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് മാക്സിമിലൻ കോൾബെ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഒരു ഫ്രാൻസിസ്കൻ പ്രീസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കരച്ചിലും ദൈന്യതയും രോദനവും കേട്ടപ്പോൾ ഈ ഫ്രാൻസിസ്കൻ പ്രീസ്റ്റ് മാക്സിമിലൻ കോൾബെ മുന്നോട്ട് വന്നു. അദ്ദേഹം ആ പട്ടാളക്കാരനുമായി സംവദിച്ചു. ഈ മാക്സിമിലൻ കോൾബെ പറഞ്ഞു, സാറേ, ഈ പാവപ്പെട്ട മനുഷ്യനെ വിട്ടയക്കൂ, അതിന് പകരം എൻ്റെ ജീവൻ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചു. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, മാക്സിമിലൻ കോൾബെ ഗയോവനിക്കിന് പകരമായി തൻ്റെ ജീവൻ അവിടെ കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു. 1982 ഒക്ടോബർ മാസം പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി ജോൺ പോൾ മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ച് കുറെ പേര് വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അന്ന് വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചതിൽ 1947 വെടിയേറ്റ് സഹജീവിക്ക് വേണ്ടി മരിച്ചവനായ മാക്സിമിലൻ കോൾബെയുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ആ ജനക്കൂട്ടത്തിൽ നിന്ന് 80 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് മാക്സിമിലൻ കോൾബെ എന്ന പുരോഹിതൻ എനിക്ക് വേണ്ടി അന്ന് മരിച്ചതുകൊണ്ടാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി. ഇതാണ് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അതിശ്രേഷ്ഠവും ശക്തവുമായ സന്ദേശം എനിക്കും നിങ്ങൾക്കുമായി പകർന്നു തരുന്നത്. യെശയ്യാ പ്രവചനത്തിൻ്റെ 53-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവൻ അവരെ ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. വീണ്ടും പ്രവാചകൻ പറയുന്നുണ്ട് 53-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ അവിടുന്ന് തൻ്റെ സ്വന്തം ജീവനെ തന്നെ മോചന ദ്രവ്യമായി കൊടുക്കുകയായിരുന്നു നമ്മുടെ കർത്താവും ദൈവവുമായവൻ. നമ്മുടെ മർക്കോസിന്റെ സുവിശേഷം 10:45, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടതിന് ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിന് 2:6 നമ്മെ പ്രബോധിപ്പിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു. ഇതെല്ലാം നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം
എത്രമാത്രം ശക്തമായി അവൻ്റെ സ്നേഹത്തിൽ, അവൻ്റെ കരുതലിൽ, അവൻ്റെ കാരുണ്യത്തിൽ, അവൻ്റെ കൃപാകടാക്ഷത്തിൽ അവൻ സമൃദ്ധമായി നമുക്ക് ചൊരിഞ്ഞു തരുന്നതായ രക്ഷാദൗത്യ നിർവഹണത്തിൽ, മോചനത്തിൽ നാം പങ്കാളികളാകേണ്ടിയിരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, അതിക്രമങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ നമ്മളെല്ലാവരെയും ഇതിൽ അലട്ടേണ്ടുന്നതായ ചോദ്യം ഇതൊക്കെ തന്നെയാണ്. അടിയും ആക്ഷേപവും നിന്നെയും പരിഹാസവും നമുക്ക് സമ്മാനിക്കുന്നത്, നാം ഇന്നും സമ്മാനിക്കുന്നത് യേശുവിനെ തുടർന്നും ക്രൂശിലേറ്റുന്നതിന് സമമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ അധപതനാവസ്ഥയിൽ നിന്നും രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും അനുഭവത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇന്നും പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പൈശാചികതയുടെയും തിന്മയുടെയും വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ, കുരിശുമരണം ഒരു തുടർക്കഥയായി അവശേഷിക്കുന്നു എന്നുള്ളത് നമ്മെ നൊമ്പരപ്പെടുത്തേണ്ടുന്നതാണ്. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രം ഒരു ദേവാലയത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന അടിവശത്ത് ഇങ്ങനെ ഒരു കുറിപ്പുണ്ട്: കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇനി ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? നസ്രായനായ യേശു ക്രൂശിൽ മരിച്ചു കിടക്കുമ്പോൾ, ആ മരണത്തിൻ്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ, എന്ത് മാനമാണ് നമ്മൾ അതിലൂടെ കൈവരിക്കേണ്ടുന്നത്? അവിടെയാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതുന്നതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരെ എന്നുള്ള ശക്തമായ പ്രബോധനമാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് തരുന്നത്. ഇന്ന് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുന്നതിൻ്റെ ഓർമ്മ, കർത്താവിൻ്റെ ക്രൂശിൻ്റെ വഴികളിലൂടെ നമുക്ക് നടക്കുന്നതിനുള്ളതായ സാധ്യത, കർത്താവിൻ്റെ ഖബറടക്കത്തിൽ പങ്കാളികളാവുന്നതിനുള്ളതായ അനുഭവസത്ത, ഇതെല്ലാം ക്രൂശിൻ്റെ സന്ദേശം ശ്രവിച്ച ശേഷം പിന്മാറിപ്പോയ ഗലാത്യരുടെ പെരുമാറ്റത്തിന് സമമായി ആകാതിരിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ ക്രൂശിൻ്റെ സന്ദേശം അത്രയ്ക്ക് ശക്തവും സ്വാധീനവുമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ആ ശക്തമായ പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ കർത്താവിനെ സ്നേഹിപ്പാൻ, നൊമ്പരപ്പെടുത്താതെ അവിടുത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ, അവിടുന്ന് സഹനത്തിൻ്റെ ആത്മാവോടുകൂടി നമുക്ക് കാൽവരിയിൽ യാഗമായി സ്വയം ബലിയായി സമർപ്പിച്ചുവെങ്കിൽ, ആ ബലി ശരീരത്തിലും ആത്മാവിലും അസ്ഥിയിലും അലിഞ്ഞു ചേരുന്ന നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അംശങ്ങളായി തീർന്നുകൊണ്ട് അവൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ, അവൻ്റെ ആർദ്രത, അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരിലേക്ക് സമന്വയിപ്പിക്കുവാൻ, അതിലൂടെ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ, എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തു നമ്മിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ചിന്തകളിലൂടെ, നമ്മുടെ എല്ലാ ജീവിത സംരംഭങ്ങളിലൂടെയും വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് പ്രിയമുള്ളവരെ നാം ഏറ്റെടുക്കേണ്ടുന്നത്. അനുരഞ്ജനത്തിന്റെ ബലിയായി കാൽവരിയിൽ യാഗമായി തീർന്നവൻ നമ്മോടും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. മരണം വരെയും വെറുപ്പും വിദ്വേഷവും പകയും എല്ലാം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അതൊന്നും നല്ലതല്ല. എല്ലാറ്റിനും ഒരു മാറ്റമുണ്ടാകണം. ഇരുണ്ട് വെളുക്കുമ്പോൾ നാം ആരും ജീവനോടുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പ്രിയമുള്ളവരെ, ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നേറുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്. എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചത് എൻ്റെ ജീർണിച്ച ജീവിതത്തിൻ്റെ ജീർണത മാറ്റുവാനാണ് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് പിടഞ്ഞു മരിക്കുന്നത് എൻ്റെ കുറ്റങ്ങൾക്കും അകൃത്യങ്ങൾക്കും പരിഹാരമായിട്ടാണ് എന്നുള്ളതായ ബോധ്യം എനിക്കും നിങ്ങൾക്കും എന്നുണ്ടെങ്കിൽ, നാം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ക്രൂശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നന്മയുടെയും സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അനുഭവത്തിലൂടെ രക്ഷാദൗത്യവുമായി അനേകരിലേക്ക് രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കുന്നതിലേക്കായി
നമുക്ക് അവൻ്റെ ശരീരരക്തങ്ങൾ അംശങ്ങളായി തീർന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ മാനം കൈവരിക്കുവാൻ ഇന്നത്തെ ഈ അനുഗ്രഹീത ദിനം നമ്മുടെ മനസ്സുകളെയും ചിന്തകളെയും പുതുക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് തുടർന്നുമുള്ള ഈ ശുശ്രൂഷയിൽ ധ്യാനിച്ചുകൊണ്ട് പങ്കെടുക്കാം. ഇനിയും ഇവിടെ 9 മണി സമയത്തെ പ്രാർത്ഥനയും അതിനുശേഷം സ്ലീബാ വന്ദനവിൻ്റെ ശുശ്രൂഷയും സ്ലീബാ വണങ്ങുന്ന ശുശ്രൂഷയും അതിനോട് ചേർന്ന് തന്നെ ഖബറടക്ക ശുശ്രൂഷയുമാണ് നടത്തപ്പെടുന്നത്. പതിവിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി കാലാവസ്ഥയുടെ മാറ്റത്തിൻ്റെ ആ സാഹചര്യങ്ങളുമൊക്കെ പഠിച്ചുകൊണ്ടാണ് സഭ സമയക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനെ കൃത്യമായും ക്രമമായും പ്രയോജനപ്പെടുത്തുന്നതിൽ എല്ലാവരും ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ പള്ളിക്കാര്യത്തിൽ ഈ ഭാഷാഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ ഞാൻ ഉണ്ടാകണമെന്ന് ഒത്തിരി പള്ളിക്കാര് വാശിയോടുകൂടി ആവശ്യപ്പെട്ടുവെങ്കിലും പ്രധാനപ്പെട്ട 2 ദിവസം ഓശാന ഞായറാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഉണ്ടാകണമെന്ന് അവസാനം ആവശ്യപ്പെടുക, അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായാണ് ഇവിടെ ഓശാന ഞായറാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയ്ക്കും ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത്. ഇതിനു മുമ്പൊക്കെ ആവശ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊച്ചി ഭദ്രാസനത്തിൽ മാത്രമായിരുന്നു ശുശ്രൂഷ നടത്തിയിരുന്നത്. മറ്റെങ്ങും പോകാത്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നത് കൊണ്ടാണ് പുറത്തേക്കൊന്നും പോകാതിരുന്നത്. ഇനിയിപ്പം കൊച്ചി ഭദ്രാസനത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ മാത്രം ഇരിക്കാനായിട്ട് എല്ലാവരും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഈ ദൈവാലയത്തിൽ, അമ്മയുടെ വലിയ സാന്നിധ്യമുള്ള ദേവാലയത്തിൽ എത്ര പ്രാവശ്യം വന്നാലും അത്രമാത്രം നമുക്ക് വലിയ കൃപാനുഗ്രഹങ്ങളാണ്, കടാക്ഷങ്ങളാണ് ലഭിക്കുന്നത്. ഭാഗ്യമാണ് ഇവിടെ വരുന്നതും ഇവിടെ മണിക്കൂറുകൾ ചെലവഴിച്ച് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത്രമേൽ ചൈതന്യവത്തായ ഒരു പുണ്യപ്പെട്ട ദൈവാലയമാണ്. അത് ഈ സഭയുടെ ഭാഗ്യമാണ്, അത് ഈ രാജ്യത്തിൻ്റെ ഭാഗ്യമാണ്, അതിവിടെയുള്ള മനുഷ്യരുടെ ഭാഗ്യമാണ്. എല്ലാ മനുഷ്യരുടെയും ജാതി മതഭേദമന്യേ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കോവിഡ് കാലത്ത് ഒരു മുസ്ലിം കുടുംബം എന്നെ വിളിച്ചു. 20 വർഷമായി ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തിരുമേനി. എൻ്റെ സുഹൃത്ത് ഫാമിലിയാണ് അവർ ഖത്തറിലാണ് താമസിക്കുന്നത്, ബിസിനസ്സുകാരാണ്. അവിടെ വരുമ്പോൾ ഐഡന്റിറ്റി കാർഡൊക്കെ കാണിക്കേണ്ട വരുമോ, കോവിഡിൻ്റെ നെഗറ്റീവ് റിസൾട്ടൊക്കെ കാണിക്കേണ്ട വരുമോ എന്നൊക്കെ ചോദിച്ചു. 8 നോയമ്പായതുകൊണ്ട്, കോവിഡ് കാലമായതുകൊണ്ട് തീർത്ഥാടകർക്ക് വരാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കത് ഒഴിവാക്കാൻ എത്ര ത്യാഗം സഹിച്ചിട്ടാണേലും അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാവുകയില്ല. ഇവിടെ ക്രിസ്ത്യാനികളെ എങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ നിങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. 20 വർഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച കുടുംബം ഇന്നും നല്ല ഇസ്ലാമായാണ് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ഇന്നത്തെ ലോകത്തിന് നന്മയ്ക്ക് മഹത്വം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ ക്രൈസ്തവരായ സഹോദരങ്ങൾ, ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട് 8 നോമ്പിന്. ജീവിതക ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾ, അവരുടെ ഹൈന്ദവ വിശ്വാസത്തിന് കൂടുതൽ പൂർണ്ണത കൈവരിച്ചതല്ലാതെ അവർക്ക് ക്രിസ്തുമതത്തോട് ചേരേണ്ട ആവശ്യം വന്നില്ല. ദേ ആർ അനോണിമസ് ക്രിസ്ത്യൻസ്. അവരുടെ വിശ്വാസത്തിന്റെ തീവ്രതയിലും തീഷ്ണതയിലും ക്രിസ്തുവിന്റെ കൃപാകടാക്ഷങ്ങളും അമ്മയുടെ അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്നതിൻ്റെ നന്ദിയാണ്, സൂചനയാണ്, സാക്ഷ്യമാണ്. ഇന്നും ഈ പുണ്യപ്പെട്ട ഭൂമി നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹത്തിന്റെ ഉറവിടമായി ഇന്നും നിലകൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അനുഗ്രഹീത ദുഃഖവെള്ളിയാഴ്ചയുടെ ദിനം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെയും പ്രത്യേകിച്ചും വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുന്ന പ്രധാന വികാരി ടി കോർപ്പിസ്കോപാശനെയും ഈ സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. പ്രായാധിക്യം കൊണ്ട് വിഷമത അനുഭവിക്കുന്ന കോർപ്പിസ്കോപാശന്മാർ നമുക്ക് മധ്യമാണ്. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം
അതിജീവിച്ച് ഇടവക മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയുടെ കരുതൽ, അമ്മയുടെ കാവൽ എപ്പോഴും ഈ ദേവാലയത്തോടൊപ്പമുണ്ട്. ഇതിൽ ആശ്രയിക്കുന്ന സകലർക്കും ആ അമ്മയുടെ കരുതലും കാവലും സംരക്ഷണവുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അമ്മയായിരുന്നു ക്രൂശിന്റെ ചുവട്ടിൽ നിന്നത്. എല്ലാവരും ഓടി ഒളിച്ചു, മരണമുഖത്തു നിന്നും എല്ലാവരും ഓടി ഒളിച്ചു. അമ്മ എവിടെ ഉണ്ടായിരുന്നു? വിട്ടുമാറാതെ ആ അമ്മ, ആ പരിശുദ്ധ അമ്മ ഏതൊരനർത്ഥത്തിലും ഏതൊരു അപകട ഘട്ടത്തിലും കൂടെയുണ്ട് എന്നുള്ള ബോധ്യം, അത് എത്രമാത്രം ആ മകനെ ക്രൂശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും ആ മകന് എത്രമാത്രം സാന്ത്വനമേകി എന്നുള്ളത് നമ്മൾ ഓർക്കണം. മറ്റാരെയും അവിടെ നോക്കിയില്ല. യോഹന്നാൻ ഉണ്ടായിരുന്നു. നൊന്ത് പ്രസവിച്ച അമ്മയുടെ സുരക്ഷിതത്വം നമ്മുടെ കർത്താവ് അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് നമുക്കും ആവശ്യം. എൻ്റെ കർത്താവിനെ ദൈവമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ അമ്മ എനിക്കും നിങ്ങൾക്കും അമ്മയാണ്. ആ മാതൃസ്നേഹം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആവോളം ആസ്വദിക്കുവാൻ ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ മനസ്സാന്തരപ്പെട്ട് അനുരഞ്ജനപ്പെട്ട് ക്രിസ്തു സ്നേഹത്തിന്റെ പൂർണ്ണതയിലായിരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.